ഭാരതത്തിലെ ജനങ്ങൾ ബുദ്ധി കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ബുദ്ധി എന്ന് പറയുന്നത് എങ്ങനെയാണ്? യാം മേധാം ദേവഗണാഃ പിതരശ്ചോവാസതേ തയാമ അദ്യ മേധയാഗ്നേ. ആ മേധ വേണം, ആ ബുദ്ധി വേണം, അസാധാരണമായ ബുദ്ധി എനിക്ക് വേണം. ആ ബുദ്ധിയെ വിശ്വാമിത്രനാണ് അതിന്റെ വഴി നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾ ബുദ്ധിയോട് കൂടിയാണ് സംസാരിച്ചത്. ഇന്നത്തെ ആളുകൾ ബുദ്ധിയോട് കൂടിയാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് അതായിരുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായിരുന്നു. അന്ന് നമുക്ക് സമൃദ്ധി ഉണ്ടായിരുന്നു. നമ്മുടെ ആസേതു ഹിമാചലം ഇവിടെയുള്ള സമൃദ്ധി കണ്ടിട്ടാണ് വിദേശ ആക്രമണകാരികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. ഓരോ തവണയും കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും കൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് പോയത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഹിനൂർ രത്നം എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. ഇന്നത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴടക്കിലാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച മയൂര സിംഹാസനം ഇന്ത്യയിൽ നിന്നാണ് നാദിർ ഷാ തട്ടിക്കൊണ്ടുപോയത്. ഇന്ത്യ അത്രയ്ക്ക് സമൃദ്ധമാണ്. ഓരോ തവണയും കൊള്ളയടിക്കുമ്പോൾ വീണ്ടും ഇന്ത്യയിൽ സമൃദ്ധി ഉണ്ടാകും. കാരണം നീ കൊണ്ടുപോയിക്കോ, ഞങ്ങൾ ഈ ഭൗതിക വസ്തുക്കൾ മാത്രമൊന്നുമല്ല വിചാരിക്കുന്നത്, തപസ്സിലൂടെ ഞങ്ങൾ ഉണ്ടാക്കും, തപസ്സുകൊണ്ട് ഞങ്ങൾ അത് ഉണ്ടാക്കുമെന്നാണ് ഭാരതീയർ പറഞ്ഞത്. ഇന്നോ നമ്മുടെ ആളുകൾ പറയും എങ്ങനെ ജീവിക്കും, എങ്ങനെ ഒരു നല്ല കുപ്പായം, എങ്ങനെയാണ് നല്ല മുണ്ടുടുക്കുക, എങ്ങനെ നമുക്ക് സ്വർണം വാങ്ങാൻ സാധിക്കും. പണ്ട് ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു, കലികാലത്തിന്റെ വാതായനങ്ങളാണ് സ്ത്രീയും അതേപോലെ സ്വർണവും എന്ന്. ഇവരെയൊക്കെ അടിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ ആധ്യാത്മിക പ്രഭാഷണം നമുക്ക് ഗുണം ചെയ്യില്ല. അത് ഞാൻ കേട്ടപ്പോൾ ചിരിച്ചു പോയി. കാരണം വേദത്തിൽ പറയുന്നുണ്ട് ഹിരണ്യം വൈ ആയുഹു, സ്വർണം ആയുസ്സാണ്, അതുകൊണ്ട് എല്ലാവരും സ്വർണം ധരിക്കണം എന്ന് പറയുന്നത് യജുർവേദത്തിലും അഥർവവേദത്തിലുമാണ്. ഹിരണ്യം വൈ ആയുഹു, സ്വർണം ആയുസ്സാണ്. അതുകൊണ്ടാണ് ആയുർവേദ മരുന്നുകളിൽ സ്വർണത്തിന്റെ കൂട്ടുകൾ ഉപയോഗിക്കുന്നത്. സ്ത്രീ നരകത്തിന്റെ വാതായനമാണെങ്കിൽ ഇവര് ജന്മം കൊടുത്ത അമ്മ ആരാണ്? സ്ത്രീയോട് നമുക്ക് എന്ത് പതിത്വമാണുള്ളത്? ഭാരതത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. നമ്മുടെ കാഴ്ചപ്പാട് നിഷേധങ്ങളുടെ അല്ല എന്ന് ഞാൻ തുടക്കത്തിലെ ഈ ഭാഷണത്തിന്റെ തുടക്കത്തിലെ ഞാൻ പറയാൻ കാരണം അതാണ്. നമ്മൾ ജാതീയതയിൽ വിശ്വസിക്കുന്നില്ല. നമ്മുടെ വസിഷ്ഠൻ ഒരു ഗണികയുടെ മകനാണ്, ഒരു ഗണികയുടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മകനാണ് വസിഷ്ഠൻ. വ്യാസനാരാണ്? പറയപ്പെട്ട് മന്ദിരങ്ങളൊക്കെയുള്ളവൻ. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ജാതീയതയാണ് നമുക്കുള്ളത്? ജാതീയത ഇല്ല എന്ന് ഭാരതത്തിന്റെ പുരാണങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. രൂഢപരമായി പലതും വന്നിരിക്കാം. പക്ഷെ അതിന് ഏറ്റവും നല്ല പരിഹാരം എന്താണ് എന്ന് കുമാരനാശൻ പറയുന്നുണ്ട്. കുമാരനാശൻ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് വേഗം പഠിക്കുന്നില്ല? കുമാരനാശന്റെ ചോദ്യമാണ്, ഇവിടുത്തെ ആളുകൾ പഠിക്കേണ്ട ചോദ്യമാണത്. കുമാരനാശൻ ചോദിച്ച ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾ വേഗം പഠിക്കുന്നില്ല? ഈ ജാതീയത ഇല്ലാതാക്കാൻ നിങ്ങൾ വേഗം പഠിക്കണം. ഒന്നുകൂടി കടന്നു ഞാൻ പറഞ്ഞു, പറ്റുമെങ്കിൽ നിങ്ങൾ പൂർണ്ണൂര് വിടണം. ഇനി ഒന്നുകൂടി പറ്റുമെങ്കിൽ ശിഖമുടി വെച്ചോളൂ, എതിരൊന്നുമില്ല. പറഞ്ഞതാരാണ്? നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ അരുമ ശിഷ്യനാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ജാതീയതയെ ഇല്ലാതാക്കേണ്ടത്. ജാതീയതയെ വകവെച്ചു കൊടുത്തുകൊണ്ടല്ല, അതിനെ തകർത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആര് വേഗം പഠിക്കരുതെന്ന് പറഞ്ഞാലും ഈശ്വരന്റെ പുത്രന്മാരാണ് നമ്മളെങ്കിൽ നമുക്ക് വേഗം പഠിക്കാൻ അവകാശം. ഇത് വേദത്തിന്റെ പറഞ്ഞിട്ടുള്ളതാണ്, യജുർവേദത്തിന്റെ മന്ത്രമാണ് പറയുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടന ദിവസം ഇങ്ങനെയൊരു പ്രഭാഷണം നടക്കെ ഒരാൾ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ശുദ്ധന്മാരെ വേദം പഠിപ്പിക്കും, എങ്ങനെ നിങ്ങൾക്കെതിരായി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുക. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് നമുക്ക് ഇത്ര ശക്തിയൊന്നുമില്ല, 8-10 ആളേ ഉള്ളൂ. പക്ഷെ അന്നുണ്ടായ ആ എതിർപ്പ് പിന്നെയും നിലനിൽക്കുന്നുണ്ട്, ശക്തമായി നിലനിൽക്കുന്നുണ്ടാകാം. പക്ഷെ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഋഗ്വേദത്തിൽ ഒരു മന്ത്രം കൊണ്ടാണ്. ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, സംഗച്ഛത്വം സമ്പദത്വം സംഭോ മനാംസിജാനതാം ദേവാഭരണം യഥാപൂർവേ സഞ്ചാനാന ഉപാസതേ. ഒരേ ശബ്ദം, സമാനോ മന്ത്ര, എല്ലാവരുടെയും മന്ത്രം ഒന്നായിരിക്കണം. ജാതി ലിംഗ ഭേദമില്ലാതെ എല്ലാവരുടെയും മന്ത്രം സമാനോ മന്ത്ര. സമിതി സമാനി. ഒരു ഇരിക്കുന്ന സമയത്ത് ആ സമിതിയിൽ ഒരുപോലെ സംസാരിക്കാൻ ശേഷിയുള്ളവരായിരിക്കണം. ഒരേ ഭാഷ സംസാരിക്കുന്നവർ. സമാനോ മന്ത്ര സമിതി സമാനി. സമാനം മന, നമ്മുടെ മനസ്സ് ഒന്നായിത്തീരട്ടെ. സമാനം മനസ്സഹ ചിത്തമേഷ എന്ന് പറയുന്നത് ഋഗ്വേദത്തിന്റെ അവസാനത്തെ സൂത്രത്തിലാണ്. അവസാനത്തെ സൂത്രത്തിൽ പറയുന്ന വരിയാണ്, നമുക്ക് ഒരേ മനസ്സോടുകൂടി ജീവിക്കാം, ഒരേപോലെ മുന്നോട്ട് പോകാം, ഒരേ മന്ത്രമായിരിക്കട്ടെ, ഒരേ ആചരണമാകട്ടെ. എങ്ങനെയാണ് ഒരേ ആചരണങ്ങൾ? എങ്ങനെയാണ് നമുക്ക് ഒരേ കാഴ്ചപ്പാട് സ്വീകരിക്കുക?
പലരും പലതും പറയുമ്പോൾ ഏതാണ് ശരി? ആ എം.ആർ. രാജേഷ് ഇപ്പോൾ പുതിയ വേഗം എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അതും കൂടി എന്ന് നാട്ടിൽ ഇല്ലാത്തുള്ളൂ. അത് വളരെ കറക്റ്റാണ്. അതില്ലാത്തതിന്റെ കുഴപ്പമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ഒരു ദൈവവുമല്ല, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് യാതൊരു തരത്തിലുള്ള സാധാരണക്കാരനാണ്. എനിക്ക് സുഖം വന്ന് ഞാൻ ഡോക്ടറെ അടുത്താണ് പോകുന്നത്. എനിക്ക് വിഷമം വന്നാൽ ഞാൻ എന്റെ വിഷമം എന്നോട് തന്നെയോ അല്ലെങ്കിൽ ഈശ്വരനോട് പറയുകയാണ് പതിവ്. എനിക്ക് യാതൊരു തരത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അത്ര കണ്ട് മനുഷ്യനിൽ മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഞാൻ വേദം പഠിച്ചവനാണ്. അതുകൊണ്ട് വേദ ജീവിതം എന്നോട് അനുവർത്തിക്കാൻ എന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വേദം ഞാൻ സ്വീകരിക്കുന്നു തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. വേദം എന്ന് പറയുന്ന പ്രത്യക്ഷ നാരായണനാണ് ഭാഗവതം. സാമവേദമാണ് വേദങ്ങളിൽ ഏറ്റവും പ്രധാനമെന്നും അത് ഞാനാണെന്നും പറഞ്ഞ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത. അങ്ങനെ എല്ലാം എന്റെ മുമ്പിലുണ്ട്. അപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ നല്ലത് വേദമാണെന്ന് എനിക്ക് ബോധ്യമായി. വേദത്തിൽ എന്താണ് ചെയ്യാൻ പറയുന്നത്? പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം. ജാതിലിംഗ ഭേദമന്യേ എല്ലാവരും പഞ്ചമഹായജ്ഞം ചെയ്യണം. എന്താണ് ഈ യജ്ഞം എന്നൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ ആളുകൾ വിചാരിക്കുന്നത് സർപ്പയജ്ഞം, സൈക്കിൾ യജ്ഞം, അങ്ങനെ ഇഷ്ടംപോലെ യജ്ഞം. ഇതെങ്ങനെ വല്ല ഏർപ്പാടാണോ എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, സർപ്പം യജ്ഞം യജ്ഞമല്ല. അതിന്റെ കൂട്ടിൽ പോയി കിടക്കാം, അത്ര തന്നെ. അത് യജ്ഞമല്ല. സൈക്കിളിൽ കയറി കിടക്കുന്നത് യജ്ഞമല്ല. യജ്ഞം എന്ന വാക്കിന് അർത്ഥം എന്താ വെച്ചാൽ ദാനം കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കുക. പിന്നെ എന്താണ്? ഒരു സംഗതിയുടെ പൂർത്തീകരണം, ഏതെങ്കിലും സംഗതിയുടെ പൂർത്തീകരണം. ഇപ്പൊ ഈ ഉദ്ഘാടനം നടന്ന യജ്ഞമായി ഒരു സംഗതി പൂർത്തീകരിച്ചു. ദേവപൂജ, ഈശ്വരോപാസന ചെയ്യുക, ഈ മൂന്നർത്ഥമാണ് യജ്ഞം എന്ന വാക്കിനുള്ളത്. ദേവപൂജ, സംഗതീകരണം, ദാനം, ഇത് യജ്ഞേഷു. ഇതാണ് യജ്ഞം. യജ്ഞം എന്ന വാക്കിന് ഇത്രയും അർത്ഥമുള്ളൂ. പഞ്ചയജ്ഞങ്ങൾ, 5 യജ്ഞങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്ര കണ്ട് അതപ്പതിച്ചു പോകാൻ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട് നമ്മളെ യുവാക്കളെ നമ്മളൊന്ന് കാണുക. എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ പിന്നെ മിണ്ടാക്കില്ല, പുറത്തിറങ്ങാൻ പോകില്ല, മൂടി കുറച്ച് കുത്തിയിരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞാൽ കാണാൻ അവർ ആത്മഹത്യ ചെയ്യും. എന്താ പ്രശ്നം? എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രശ്നം അറിയില്ല. ശരിക്കും അന്വേഷിച്ച് നോക്കിയാൽ എന്താ പ്രശ്നം? വളരെ നിസ്സാരമായ പ്രശ്നം. വലിയ ജോലിയൊക്കെ നേടി, കുറച്ചാലൊക്കെ ജോലിയൊക്കെ പോയി, പിന്നെ നിത്യം സുഖടാന്ന് തോന്നല. എന്നും സുഖം, തൊണ്ടേ പോയി ഭക്ഷണം ഇറങ്ങുന്നില്ല, മറ്റേ എങ്ങനെ ജീവിക്കേണ്ടത് തോന്നില്ല. എന്താ പ്രശ്നം? ഓഫീസിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അവിടുന്ന് രാജിവെച്ചു. വ്യക്തികൾ എഴുതുമോ? കേൾപ്പില്ലാത്തവന്മാർ, ശേഷിയില്ലാത്തവർ, ശേഷിയില്ലാത്തവർ, ഒന്നിനും കരുത്തില്ലാത്തവർ, ഒന്നിനും കൊള്ളാത്തവരായിട്ട് നമ്മളെ സമൂഹത്തിലെ കുട്ടികൾ മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇതിനൊരു പരിഹാരം? ഇവൻ അച്ഛനമ്മമാരോടെല്ലാം തുറന്നു പറയില്ല. എല്ലാം തുറന്നു പറയുമോ? ഇല്ല. കുറച്ച് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കും. സുഹൃത്തുക്കളോട് എല്ലാം പറയുമോ? എല്ലാം പറയില്ല. കുറച്ച് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കും. ഒളിപ്പിച്ചു വെക്കുന്ന എന്തോ ഒന്നുണ്ട്, അതൊരിക്കലും പുറത്തു പറയുന്നില്ല. നാളെ ഉറപ്പ് ഇവന് മാനസികമായ പ്രശ്നങ്ങൾ തുടങ്ങുകയായി. ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? ആർക്കും പരിഹാരം കൊടുക്കാൻ സാധിക്കും? പണ്ട് കാലത്തായിരുന്നെങ്കിൽ കുലഗുരുക്കന്മാരുണ്ടായിരുന്നു. കുലഗുരുക്കന്മാരാണ് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അവരൊരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല, ചൂഷണം ചെയ്യില്ല. പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒരു തോളിൽ തട്ടി ഒന്ന് സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ, അതില്ല. നമുക്കിന്ന് അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല. മറിച്ച് നമ്മൾ പ്രശ്നം വെക്കുന്നു, അത് ചൊവ്വയുടെ ദോഷമാണ്, അത് വെള്ളിയാഴ്ച